ഹായ് ഫ്രണ്ട്സ്, SBINZ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ് ആയി ലഭിക്കാൻ എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് STC Pay ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ ഒരു മൊബൈൽ നമ്പർ എങ്ങനെ റീചാർജ് ചെയ്യാം എന്നുള്ളതാണ്. സൗദി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം STC Pay എന്നുള്ളത് ഒരു പോപ്പുലർ ബാങ്കിങ് ആപ്പാണ്. ആദ്യം അത് ജസ്റ്റ് ഒരു ഡിജിറ്റൽ വാലറ്റ് ആയിരുന്നെങ്കിൽ കഴിഞ്ഞ മാസം മുതൽ സൗദി അറേബ്യ അതിനെ ഒരു ഡിജിറ്റൽ ബാങ്കായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊതുവെ STC Pay നാട്ടിലേക്ക് ക്യാഷ് അയക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ STC Payയുടെ ഏറ്റവും ഉപകാരമുള്ള മറ്റൊരു ഓപ്ഷനാണ് നമ്മുടെ നാട്ടിലെ മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യാം. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൗണും റെസ്ട്രിക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥകളൊക്കെയാണ് ഉള്ളത്. ഈ സമയത്ത് നമ്മുടെ നാട്ടിലെ റിലേറ്റീവ്സിൻ്റെ അതുപോലെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മൊബൈൽ ഫോൺ അവർ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് പ്രൊവൈഡറിൽ ലഭിക്കുന്ന എല്ലാവിധ ഓഫറുകളും ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ STC Pay നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കല്ലേ. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ STC Pay ഓപ്പൺ ആക്കുക. STC Pay ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഹോം പേജ് ആയിരിക്കും നിങ്ങൾ കാണുക. ആദ്യം നിങ്ങളുടെ ബാലൻസ് അതുപോലെ മറ്റു ബട്ടൺസുകളൊക്കെ നിങ്ങൾ കാണാം. നിങ്ങളുടെ STC Payയിൽ ആദ്യം ആവശ്യമുള്ളത് നമുക്ക് ബാലൻസ് ആണ്. ഈ ബാലൻസ് ആഡ് ചെയ്യാൻ 3 ഓപ്ഷനാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ബാലൻസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ബാലൻസ് ആഡ് ചെയ്യുക? ഇവിടെയുള്ള ഈ ആഡ് മണി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആഡ് മണി എന്നുള്ളത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള 3 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് കാണുക. ഒന്ന് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ട്രാൻസ്ഫർ ടു STC Pay, സദ്ദാദ് ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ്സ്. അതിൽ ഡെബിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം ഡെബിറ്റ് കാർഡ് മുഖേന നമ്മുടെ STC Payയിലേക്ക് നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് മറ്റു ബാങ്കുകളിൽ നമുക്കുള്ള ATM കാർഡ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യാവുന്നതാണ്. റിയാദ് ബാങ്ക് ആവട്ടെ, റാജി ബാങ്ക് ആവട്ടെ, NCB ബാങ്ക് ആവട്ടെ, ഏത് ബാങ്കും സൗദിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ബാങ്കിൽ അതിൻ്റെ ATM ഉപയോഗിച്ച് നമുക്ക് ഇതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഓൾറെഡി എൻ്റെ ബാങ്ക് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടണും അതുപോലെ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് എന്ന് ആഡ് ചെയ്യാനുള്ളൊരു ബട്ടണായിരിക്കും കാണുക കേട്ടോ. അത് പിന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അതിൽ ചോദിക്കുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് നമുക്ക് കാർഡ് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. വേറൊരു മാർഗ്ഗം നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാനുള്ളത് നമുക്കറിയാം ബാങ്ക് ട്രാൻസ്ഫർ ടു STC Pay ആണ്. അതായത് STC Payയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ 2 ബാങ്കുകളുണ്ടല്ലേ, പാർട്ട്ണർ ബാങ്ക്സ്, അറബ് നാഷണൽ ബാങ്കും റിയാദ് ബാങ്കും. 2 അക്കൗണ്ട് നമ്പേഴ്സ് നമുക്കിത് ലഭിക്കുന്നതാണ്. ആ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് മറ്റു ബാങ്കിൽ നിന്ന് നമുക്കിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്, STC Payയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതായത് അറബ് നാഷണൽ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് നമ്പർ നമുക്ക് ലഭിക്കുന്നതാണ്, റിയാദ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് നമ്പർ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് മറ്റു ബാങ്കിൽ നിന്ന് നമുക്ക് ഈ ബാങ്കിലേക്ക് ക്യാഷ് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. മറ്റൊരു മെത്തേഡാണ് സദ്ദാദ് പേയ്മെൻറ്റ്. പൊതുവെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആഡ് മണി ഓപ്ഷനാണ് സദ്ദാദ് പേയ്മെൻറ്റ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് സദ്ദാദ് പേയ്മെൻറ്റ് അല്ലേ. സദ്ദാദ് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഇവിടെ ആദ്യം STC Payയുടെ ബില്ലർ നെയിം ഉണ്ടായിരുന്നത് 001 ആയിരുന്നു. നമ്മുടെ സാധാ STCയുടെ ബില്ലർ നെയിം ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 207 ആണ് STC Payയുടെ ബില്ലർ നെയിം. അതുപോലെ ഇവിടെ നമുക്കൊരു സദ്ദാ നമ്പർ ലഭിക്കുന്നതാണ്. അതായത് നമ്മുടെ മറ്റു ബാങ്കിലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അത് റിയാദ് ബാങ്ക് ആവട്ടെ, റാജി ബാങ്ക് ആവട്ടെ, NCB ബാങ്ക് ആവട്ടെ, ഏത് ബാങ്കും ആവട്ടെ, ആ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമുക്ക് സാധാ ATM ഉപയോഗിച്ച് ATM മെഷീനിൽ പോയിട്ട് ATM കാർഡ് ഉപയോഗിച്ചിട്ട് സദ്ദാദ് പേയ്മെൻറ്റ് വഴി ചെയ്യാവുന്നതാണ്. അവിടെ ബില്ലർ നെയിം ചോദിക്കും. ആ സമയത്ത് 207 ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം സദ്ദാദ് നമ്പർ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട എമൗണ്ട് ക്ലിക്ക് ചെയ്ത് ചുരുങ്ങിയത് സദ്ദാദ് പേയ്മെൻറ്റ് ആകുമ്പോൾ ചുരുങ്ങിയത് 100 റിയാലാണ് ആഡ് ചെയ്യാൻ കഴിയുക. 100 റിയാലിൻ്റെ താഴെയുള്ളത് നമുക്ക് സദ്ദാദ് പേയ്മെൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ 100 റിയാലിൻ്റെ താഴെ നമുക്ക് ആഡ് ചെയ്യാനുള്ള 2 ഓപ്ഷൻസാണ്, ആ ബാങ്ക് ട്രാൻസ്ഫറും അതുപോലെ തന്നെ നമ്മുടെ ATM കാർഡ് വഴി. ആ 2 മെത്തേഡ് ഉപയോഗിച്ചാണ് 100 റിയാലിൻ്റെ താഴെയുള്ള എമൗണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുക. സദ്ദാദ് പേയ്മെൻറ്റ് വഴിയാണെങ്കിൽ നമുക്ക് 100 റിയാൽ ചുരുങ്ങിയത് 100 റിയാൽ നമുക്ക് നിർബന്ധമായിട്ടും ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ നമ്മുടെ STC Pay റീചാർജ് ചെയ്തു. നമ്മുടെ STC Payയിലേക്ക് ക്യാഷ് ആഡ് ചെയ്തു, ബാലൻസ് ആഡ് ചെയ്തു.
അതിനുശേഷം ഇനിയാണ് നമ്മുടെ പ്രോസസ്സ് ആരംഭിക്കുന്നത്. ആദ്യമായി ഞാൻ ചെയ്യേണ്ടത് നമ്മുടെ STC Payയുടെ ഹോം പേജ് ആണല്ലോ അത്. അതിന് ഏറ്റവും താഴത്ത് നിങ്ങൾക്ക് കാണാം ഹോം, അക്കൗണ്ട്സ്, കാർഡ്സ്, മാർക്കറ്റ്, ഒരു 4 ബട്ടൺസ് കാണാം. ഇതിൽ ഈ മാർക്കറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. മാർക്കറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇത്തരത്തിലൊരു പേജായിരിക്കും കാണുക. ഇവിടെ എൻ്റർടൈൻമെൻറ്റ്സ് കാണും, ടെലികോം കാണും, സ്പോർട്ട് കാണും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ടെലികോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ടെലികോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പേജായിരിക്കും കാണുക. അവിടെ റീച്ച് ഔട്ട് മാർക്കറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. റീച്ച് ഔട്ട് മാർക്കറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പേജായിരിക്കും കാണുക. ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ നമ്പർ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോഡ് കൊടുക്കേണ്ടതാണ്. മൊബൈൽ കോഡ് കൊടുക്കേണ്ടതാണ്, കീ കൊടുക്കേണ്ടതാണ്. ഇന്ത്യയുടെ കോഡ് നമുക്കറിയാം 0091. അപ്പോൾ ആദ്യം 0091 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നാട്ടിലെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. നാട്ടിലെ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ഫോർ അവൈലബിൾ പ്രൊഡക്ട്സ് എന്നുള്ള ഇവിടെയുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം 0091 എന്ന ഇന്ത്യൻ കോഡ് അടിച്ചു. അതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം സെർച്ച് ഫോർ അവൈലബിൾ പ്രൊഡക്ട്സ് എന്ന്, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട മുഴുവൻ ഓഫറുകളും നിങ്ങൾ കാണുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ജിയോ നമ്പറായിരുന്നു അടിച്ചിരുന്നത്. അപ്പോൾ ഈ ജിയോയുമായി ബന്ധപ്പെട്ട എല്ലാ പ്ലാനുകളും ഇവിടെ നിങ്ങൾക്ക് കാണുന്നതാണ്. ഇവിടെ ഞാൻ കുറച്ച് 3 ഓപ്ഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ മുകളിലേക്കും താഴോട്ടൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇത് ഒരു ജിയോ 1.5 GB ഡെയിലി ഡാറ്റ പ്ലാന്. ഓക്കെ, ഇനി ഇതിൽ ക്ലിക്ക് ചെയ്താൽ, ഇപ്പോൾ എനിക്ക് വേണ്ടത് ഈ ഓഫറാണ് കയറ്റേണ്ടത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇത്തരത്തിലൊരു ഓപ്ഷൻ ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസുകൾ ഉണ്ടാവും, എങ്ങനെയൊക്കെയാണത്, എത്ര മാസത്തിലാണ്, ഏതൊക്കെ ഓഫറുകളാണ് അതിലുള്ളത് എല്ലാം കാണിക്കും. അതിനുശേഷം അതിൻ്റെ ക്യാഷും ഇവിടെ കാണിക്കും. 14.50 റിയാലാണുള്ളത്. 28 ദിവസം 199 രൂപയാണ് ഇതിൻ്റെ ഇന്ത്യൻ വാല്യൂ. ഓക്കെ, ഇതെല്ലാം ക്ലിയർ ആണ്. നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം താഴെ പേ വിത്ത് STC Pay എന്ന്, പേ വിത്ത് STC Pay. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ STC Payയുടെ വാലറ്റിൻ്റെ ബാലൻസിൽ നിന്നും ഇതിൻ്റെ ക്യാഷ് പിടിച്ച് നമ്മുടെ നാട്ടിലെ മൊബൈൽ ഫോൺ റീചാർജ് ആവുന്നതാണ്. എല്ലാം നിമിഷങ്ങൾ കൊണ്ട് തന്നെ നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത് STC Pay ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ ഏത് നെറ്റ്വർക്ക് പ്രൊവൈഡറും എങ്ങനെ റീചാർജ് ചെയ്യാം എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ടിപ്സുകൾ ഡെയിലി അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. താങ്ക്